السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن بصرة بن أبي أرطعة رضي الله عنه قال: كان رسول الله صلى الله عليه وسلم يدعو: اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. റവാഹു അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിരവധി ദുആകൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും കഴിവിൽപ്പെട്ടിടത്തോളം അതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിലെ ദുആകളിൽ, ദിക്റുകളിൽ, ഔറാദുകളിലൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അതിൻ്റെ എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരു ലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായി ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റും. പല രൂപത്തിലും പല ദുആ ചെയ്തിട്ടും ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകാം. അത് ജീവിതത്തിലാകാം, ജോലിയിലാകാം, കച്ചവടത്തിലാകാം, ദാമ്പത്യ കുടുംബജീവിതത്തിലാകാം, മക്കളിലാകാം. ഇങ്ങനെ തുടങ്ങി നൂറുകൂട്ടം പ്രശ്നങ്ങൾ. ഇതൊക്കെ ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി പല ആളുകളും ആഗ്രഹിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന ഒന്നാമത്തെ ദുആ അതിനു വേണ്ടിയാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളുടെയും അവസാനം എനിക്ക് നീ നന്നാക്കി തരണമേ. ജീവിതം ഇങ്ങനെ തുടങ്ങി, കച്ചവടം തുടങ്ങി, മറ്റെല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ഭയങ്കര ആരംഭ ശൂരത്വമായിരിക്കും. പക്ഷെ അത് ഫൈനലൈസ് ചെയ്യുമ്പോൾ, ഫിനിഷിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പരാജയം ഉണ്ടല്ലോ, അതിന് അള്ളാഹുവിൻ്റെ അത്യപാരമായ ഹദ്ദ് കൂടിയേ തീരൂ വിജയിക്കാൻ. ആ വിജയത്തിന് ഉതകുന്ന ഒരു ദുആയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗത്തുകൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, അപമാനം തുറച്ചു നോക്കുന്ന ഒരു രംഗമാണ് പരലോകം എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ എങ്ങനെയും മറച്ചു വെക്കാം, ആളുകളുടെ കണ്ണപ്പൊടിയിടാം, കണ്ണ് കെട്ടാം. പക്ഷെ നാളെ പരലോകത്തൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദുആയുടെ ഭാഗം അതാണ്: വഅജ്ർന മിൻ ഖിസി ദുനിയ. അല്ലാഹുവേ, നാളെ പരലോകത്തിൻ്റെ ഖിസി ഉണ്ടല്ലോ, അപമാനം, അതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. വഅദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും. എല്ലാ കാര്യങ്ങളും നന്നായി കിട്ടാൻ, ഇരു ലോകത്തും അപമാനമില്ലാതെ ശിക്ഷയില്ലാതെ കഴിഞ്ഞുകൂടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഒരു ദുആയാണ് ഇത്. ഒരു നല്ല മരണത്തിന് വേണ്ടി, ആഖിബത്ത് നന്നായി കിട്ടാൻ വേണ്ടി നാം പ്രത്യേകം ദുആ ചെയ്യേണ്ടവരാണ്. മറ്റൊന്നും നന്നായില്ലെങ്കിലും ആഖിബത്ത് നന്നായിരിക്കണം. അതുകൊണ്ട് നാം നമ്മുടെ ദുആയിൽ പതിവായി അത് ഉപയോഗപ്പെടുത്തണം. മറ്റൊന്നാണ് മരണവേദന. സഖറാത്തുൽ മൗത്തിൻ്റെയും മുഖബറാത്തുൽ മൗത്തിൻ്റെയും ഒക്കെ പ്രയാസങ്ങളിൽ നിന്ന് വഫാത്തിൻ്റെ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ പറ്റും: അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ, ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ്, അലാ ഗമറാത്തുൽ മൗത്തി, അല്ലെങ്കിൽ സഖറാത്തുൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിൻ്റെ വേദനയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ആ അവസാന ഘട്ടത്തിന് അത്രയധികം പ്രാധാന്യം നൽകി ദുആ ചെയ്തു എങ്കിൽ ഞാനും നിങ്ങൾക്ക് എത്ര ഗൗരവത്തോടുകൂടി ദുആ ചെയ്യേണ്ടതുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. മറ്റൊന്നാണ് ദുനിയാവിൻ്റെ വീട് വിട്ട് പരലോകത്തിൻ്റെ പ്രവേശന കവാടമായ ഖബർ എന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കാനുള്ളത്. അവിടെയും നമ്മളിപ്പോൾ നിസ്കരിച്ച നിസ്കാരത്തിനും പറഞ്ഞു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത്. അതിനേക്കാൾ കഠോരമാണ് നാളെ വരാനിരിക്കുന്ന നരകം എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ചും നാം പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷയും സമാധാനവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. മരണം ആഖിബത്ത് നന്നാകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
സക്കറാത്തുൽ മൗത്തിന്റെയും അമറാത്തുൽ മൗത്തിന്റെയും വേദനയില്ലാതെ ശരീരത്തിൽ നിന്ന് റൂഹ വിട്ടുകൊടുക്കാൻ കഴിയുന്ന സൽ സ്വഭാവത്തിന്റെയും സജ്ജനങ്ങളുടെയും കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖബറിലുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും കാത്തുരക്ഷിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും മറച്ചുവെച്ച് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ കഴിയാവുന്നിടത്തോളം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങൾ ശാരീരിക സാമ്പത്തികവും മാനസികവുമായത് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വയോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.